ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യമൻകാരാകുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ടതാകുന്ന വയോവൃദ്ധിയാകുന്ന ഉമ്മയെ തോളിലെടുത്തു വെച്ചുകൊണ്ട് തവാഫ് ചെയ്യുക. 7 വട്ടം തവാഫ് കഴിഞ്ഞു മഹാനവറുകൾ വന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ സുന്നത്ത് നമസ്കരിച്ചു കഴിഞ്ഞു. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഇരുന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ മനുഷ്യൻ തവാഫെല്ലാം തീർന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ തിരുസവിധത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഇന്നി ലഹാ ബഈറും മുദല്ലലൂ ഇന്നി ലഹാ ബഈറും മുദല്ലലൂ അതറാനി ജസൈതുഹാ. അല്ലയോ ഇബ്നു ഉമറേ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തവാഫ് കഴിഞ്ഞിട്ട് തവാഫിന് ശേഷമുള്ളതാകുന്ന സുന്നത്ത് നമസ്കാരം മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നമസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ യമൻകാരനായ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട മാതാവിനെ എടുത്തു വെച്ചുകൊണ്ട് മാതാവിന് വേണ്ടി തവാഫ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ തിരുസവിധത്തിലേക്ക് വരികയാണ്. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, ഇബ്നു ഉമറേ ഇന്നി ലഹാ ബഈറും മുദല്ലലൂ, എന്റെ ഉമ്മയെ കണ്ടില്ലയോ, എന്റെ ഉമ്മയെ ദർശിച്ചില്ലയോ? പ്രായം ചെന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഞാൻ മാത്രമാണ് തുണയുള്ളത്, ഞാൻ മാത്രമാണ് സംരക്ഷകനായിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഒരൊറ്റ മകനാണ് ഞാൻ. അങ്ങനെ യമൻ പ്രദേശത്ത് നിന്ന് സുഖമില്ലാത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഈ പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഞാൻ കാണിക്കാൻ കൊണ്ടുവരുകയും ഈ കഅബ ഞാൻ കാണിക്കുകയും ഉംറ ചെയ്യണമെന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് സുഖമില്ലാത്ത എന്റെ ഉമ്മയെ തോളിലിരുത്തുകൊണ്ട് തവാഫ് ചെയ്യുകയും ചെയ്തതാകുന്ന ഞാൻ ഇന്നി ലഹാ ബഈറും മുദല്ലലൂ, ഏറ്റവും നിന്യനായ നിസാരനായ ഒരു കേവലം ഒരു കഴുതേ പോലെയാണ്, ഒരു കോവർ കഴുതേ പോലെയാണ് എന്റെ പ്രിയപ്പെട്ട മാതാവിന് ഞാൻ. ഫഹൽ തറാനി ജസൈതുഹാ, ഇത്ര നല്ല സുന്ദരനായ ഒരു മകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല. കാരണം സ്വന്തം ഉമ്മയ്ക്ക് വേണ്ടി സുഖമില്ലാത്ത ഉമ്മയ്ക്ക് വേണ്ടി ഉമ്മയെ വീട്ടിലിരുത്തിയിട്ട് ഉംറ ചെയ്യുകയല്ല, മറ്റൊരാൾ ഉംറ ഏൽപ്പിക്കുകയല്ല. ആ ഉമ്മയ്ക്ക് കഅബ കാണണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് കഅബ കാണിക്കാൻ ഞാൻ കൊണ്ടുവരികയും സുഖമില്ലാത്ത ഉമ്മയെ തോളിലിരുത്തിക്കൊണ്ട് കഅബ ഞാൻ 7 വട്ടം പ്രദക്ഷിണം ചെയ്യുകയും ചെയ്തു. ഫഹൽ തറാനി ജസൈതുഹാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയോടുള്ള ബാധ്യതകൾ ഞാൻ നിർവഹിച്ചവനായില്ലയോ? ഉമ്മയോട് കടപ്പാടുകൾ പരിപൂർണമായി പൂർത്തീകരിച്ചവനായിട്ടില്ലയോ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് യമൻകാരനാകുന്ന ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞുവത്രേ, ലാ ഇല്ല മോനെ, ഉമ്മയെ ഉംറ ചെയ്യിച്ചതുകൊണ്ട് അതും തോളിലിരുത്തിക്കൊണ്ട് ചുമന്ന് നടന്നതുകൊണ്ട് ഉമ്മയോടുള്ള ബാധ്യത നീ നിർവഹിച്ചവനല്ല. നമ്മളിൽ പലരും കരുതിയത് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഹജ്ജിന് കൊണ്ടുപോയിട്ടുണ്ട്, ഉമ്മയെ ഉംറയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ഉമ്മയ്ക്ക് ഞാൻ പണം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ആ ഉമ്മ സന്തോഷവതിയാ. പൊന്നുമോനെ, ഒരിക്കലുമല്ല. ആ ഉമ്മയോടുള്ള ബാധ്യത നീ നിർവഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉംറ ചെയ്യിപ്പിച്ചോ ഒക്കെ, പക്ഷേ അതുകൊണ്ട് ഉമ്മയോടുള്ള കടപ്പാടുകൾ തീർന്നോ? അത് തീർന്നിട്ടില്ല. കടപ്പാടുകൾ ഇനിയും കിടക്കാണ്, ബാധ്യതകൾ ഇനിയും കിടക്കാണ്. വാപ്പായെ ഹജ്ജ് ചെയ്യിച്ചു, വാപ്പായെ ഉംറ ചെയ്യിപ്പിച്ചു, വാപ്പാടുള്ള ബാധ്യതകൾ കടപ്പാടുകൾ അതോടുകൂടി തീർന്നോ? ഹക്ക് തീർന്നോ? ഇല്ല, ഒരിക്കലും തീർന്നിട്ടില്ല. അതിനിയും കിടക്കാണ്, ഇനിയുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. 10 മക്കളുണ്ടൊരു വീട്ടിൽ. ആ 10 മക്കളുള്ളതാകുന്ന വീട്ടിൽ ഇളയവനാണ് കുടുംബമുള്ളത്. അത് പറഞ്ഞുകൊണ്ട് മൂത്തവരാകുന്ന ആളുകളൊക്കെ തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മറക്കുന്ന കാലഘട്ടം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കാരണം എന്താ ചോദിക്കുമ്പോ പറയാ, ഉസ്താദ് എന്ത് ചെയ്യാനാ, നമുക്ക് കുടുംബം ഇല്ല. കുടുംബം അവനല്ലേ ഉള്ളത്, അപ്പൊ അവൻ നോക്കട്ടെ.
കുടുംബം അവനല്ലേ എല്ലാ സ്വത്തുമുള്ള. ഞങ്ങളൊക്കെ ഒന്നുമില്ല, ഞങ്ങളൊക്കെ സ്വന്തമായിട്ടുണ്ടാക്കി അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് മാറി. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളായി കുടുംബങ്ങളായി ഞങ്ങൾ ഇനി വേറെ രീതിക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇനി മാതാപിതാക്കളെ നോക്കാൻ ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങളത് ചെയ്യാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഇളയവൻ നോക്കട്ടെ, അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അവന്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അതൊരിക്കലും ഒരു മുഅ്മിൻ പറയാൻ പാടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കാരണം ഇളയവനെ മാത്രമല്ല ഈ മാതാപിതാക്കള് നോക്കിയിട്ടുള്ളത്. മാതാവ് പ്രസവിച്ചത് നിന്നെയും കൂടിയാണ്, നിന്റെയും കൂടി വാപ്പയാണ്, നിന്റെയും കൂടി ഉമ്മയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ, ബോധം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളെ ഒരിക്കലും നമ്മൾ വെറുപ്പിക്കാൻ പാടില്ല, ഒരിക്കലും വെറുപ്പിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയോ, പരിശുദ്ധ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് മുആവിയത്ത് ബിൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു കടന്നു ചെന്നുകൊണ്ട് നബിയോട് ചോദിച്ചു, നബിയെ, ഞാൻ ഉദ്ദേശിക്കുന്നു അവിടുത്തോടൊപ്പം ഇന്നി ഉരീദുൽ ജിഹാദ മഅക യാ റസൂലല്ലാഹ്, അവിടുത്തോടൊപ്പം ജിഹാദിന് വരാൻ, യുദ്ധത്തിൽ വരാൻ ഞാൻ ലക്ഷ്യം വെക്കുന്നു. പ്രവാചകർ ചോദിച്ചു, അഹയ്യുൻ വാലിദതുക, നിന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ? യാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിനെ അറിയാം, വാപ്പ മരണപ്പെട്ടു പോയി നേരത്തെ, മുആവിയ നേരത്തെ മരണപ്പെട്ടു പോയതാണ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പൊന്നുമോനെ, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന വാപ്പ മരണപ്പെട്ടു പോയി, നിനക്ക് ചെറുപ്പത്തിൽ തന്നെ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ? അദ്ദേഹം പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ഉമ്മ ഇപ്പോഴും ഉണ്ട്, ഉമ്മ പ്രായത്തിയിരിക്കാണ്, വീട്ടിലുണ്ട്. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദ്ഹബ് ഫർജിഅ ഇലൈഹാ ഫഇന്നൽ ജന്നത തഹ്ത റിജ്ലൈഹാ, നീ തിരിച്ചു പോകണം, നീ വീട്ടിലേക്ക് തന്നെ പോകണം. യുദ്ധത്തിന് വേണ്ടി എന്റെ കൂടെ നീ വരാൻ പാടില്ല. ഒരുപക്ഷെ യുദ്ധത്തിലേക്ക് പോയിട്ട് തിരിച്ചു നീ വന്നില്ലായിരിക്കാം, ഷഹീദാകും, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയേക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട മാതാവിനെ നോക്കാൻ ഒരാൾ പോലും ഉണ്ടാവൂല. അതുകൊണ്ട് മാതാവിനെ നോക്കലാണ് അതിനേക്കാൾ വലിയ കൂലി എന്ന് നബിയുനാ റസൂലുള്ളാഹി